എറണാകുളം പള്ളുരുത്തിയിൽ യുവാവിന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. യുവാവ് മരിച്ചത് തുടയിൽ വെട്ടേറ്റത് കൊണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെട്ടേറ്റ വിവരം വിളിച്ചു പറഞ്ഞത് യുവാവ് തന്നെയെന്ന് പെൺസുഹൃത്ത് ഷഹാന പറഞ്ഞു. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഈ യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് കുടുംബം പരാതി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തുടയിൽ വെട്ടേറ്റത് കൊണ്ടാണ് മരണകാരണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, പള്ളുരുത്തിയിലെ യുവാവിന്റെ മരണം ഇപ്പോൾ നേരത്തെ തന്നെ കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ്മോർട്ടം നടന്നതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് തുടയിലേറ്റ വെട്ടാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസ് ഷഹാനയും, അതായത് ഈ കൊല്ലപ്പെട്ട യുവാവിന്റെ പെൺസുഹൃത്ത് എന്ന് പറയുന്ന ഷഹാനയെയും ഷഹാനയുടെ ഭർത്താവായിട്ടുള്ള ഷിഹാബിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുവരെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അടക്കമുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ ഷിഹാബ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് തന്റെ ഭാര്യയുമായി ഈ ആഷിഖ് എന്ന് പറയുന്ന കൊല ചെയ്യപ്പെട്ട യുവാവിന് ബന്ധമുണ്ടായിരുന്നു. പല തവണയായി താനിത് വിലക്കിയതാണ്, എന്നിട്ട് പോലും അത് വീണ്ടും തുടരുകയാണ് ചെയ്തതെന്നാണ് ഷിഹാബ് പറഞ്ഞത്. കൂടാതെ തന്നെ ഈ പെൺസുഹൃത്ത് ആഷിഖിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 24 ദിവസം ആഷിഖ് പോലീസ് കസ്റ്റഡിയിലടക്കം കിടക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടും ആഷിഖ് ഇതേ ബന്ധം ഈ ഷഹാനയുമായി തുടർന്നു എന്നാണ് ഷിഹാബ് പറയുന്നത്. അത് തന്റെ കുടുംബത്തെ തകർക്കാനുള്ള, അല്ലെങ്കിൽ തകർക്കുന്നതിലേക്ക് കടക്കും, തന്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഈ ഒരു കൊലപാതകം നടത്തിയത് എന്ന് തന്നെയാണ് ഷിഹാബ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കൊലപാതകം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ കൊല നടത്തിയതെന്ന് തന്നെയാണ് ഷിഹാബ് പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് പല തവണയായി താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തന്റെ ഭാര്യയുമായിട്ടുള്ള ഈ ബന്ധം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഷിഖിന് പല തവണയായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ ലംഘിക്കുകയായിരുന്നു ആഷിഖ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ തവണ അല്ലെങ്കിൽ പല തവണയായി തന്റെ ഭാര്യയുമായി ബന്ധം തുടരുക തന്നെയായിരുന്നു ആഷിഖ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് ഷിഹാബ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ആഷിഖുമായി സംസാരിക്കുന്നതിന് വേണ്ടി ഷിഹാബ് പോകുന്നതും ഈ സംസാരത്തിനിടെ വാക്കുതർക്കമുണ്ടാകുന്നു. വാക്കുതർക്കത്തിനിടെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് തുടക്കി വെട്ടുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ തുടയിലേറ്റ വെട്ടലാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം തന്നെ വ്യക്തമാക്കുന്നത്. പിന്നീട് ഈ തുടയിൽ വെട്ടേറ്റതിനെ തുടർന്ന് ഈ കുത്തേറ്റെന്ന് വിളിച്ചു പറഞ്ഞത്, ഷഹാനയെ തനിക്ക് കുത്തേറ്റെന്ന് വിളിച്ചു പറഞ്ഞത് ആഷിഖ് തന്നെയായിരുന്നു എന്നാണ് പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അതിനെ തുടർന്ന് ആഷിഖിനെ ഷഹാന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം ഇത്തരത്തിൽ തല കറങ്ങി വീഴുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നു. പിന്നീടാണ് ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിക്കുകയും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഷഹാനെയും ഷിഹാബിനെയും ചോദ്യം ചെയ്യലിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ആഷിഖിന്റെ കുടുംബം അടക്കം ആരോപിച്ചിരുന്നത് ഒരു കൊലപാതകമാണെന്നുള്ളത്. ഇപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഈ പ്രതികളെ സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പും മറ്റും നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ദീപ്തി. ശരി. എറണാകുളം പള്ളുരുത്തിയിൽ യുവാവിന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. യുവാവ് മരിച്ചത് തുടയിൽ വെട്ടേറ്റത് കൊണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെട്ടേറ്റ വിവരം വിളിച്ചു പറഞ്ഞത് യുവാവ് തന്നെയെന്ന് പെൺസുഹൃത്ത് ഷഹാന പറഞ്ഞു. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.